പലപ്പോഴും ഞങ്ങളുടെ കാൻഡിഡേറ്റ്സ് ഞങ്ങളോട് പറയുന്നതാണ്, ഞങ്ങൾക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് പലപ്പോഴും ഞങ്ങൾക്ക് ഇതിന്റെ മാർക്കിംഗ് സ്കീം പിടികിട്ടുന്നില്ല. ഹലോ, വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. ഐ എം കാവ്യ. സോ നമ്മൾ BEd ഒക്കെ കഴിഞ്ഞ അതേപോലെ തന്നെ നിങ്ങൾക്ക് PG ക്വാളിഫിക്കേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു ടീച്ചിങ് എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറി ലെവലില് അധ്യാപകരാകാൻ വേണ്ടി നിങ്ങളെ ഏറ്റവും കൂടുതൽ തയ്യാറാക്കാൻ സഹായിക്കുന്ന ഒരു എക്സാം ആണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് PG കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു റെഗുലേഷൻ ഉണ്ടോ? അങ്ങനെയാണ് പൊതുവെ പറയുന്നതെങ്കിലും നിങ്ങൾക്ക് PG സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ BEd സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴോ, സെക്കൻഡ് സെം അല്ല സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴോ നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ സെറ്റിനെ കുറിച്ച്, അതിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് മുതലായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി തുടങ്ങുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹയർ സെക്കൻഡറി അതുപോലെ നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിന് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫയിങ് എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത്. ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ 50% കുറയാതെ മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡുമാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എന്നാൽ ചില സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് PG ഉണ്ട്, BEd ഇല്ലെങ്കിലും സെറ്റ് എക്സാം അപ്ലൈ ചെയ്യാനായി സാധിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ PG കംപ്ലീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ BEd കംപ്ലീറ്റ് ചെയ്യണമെന്നോ ഒരു നിബന്ധനയില്ല. അങ്ങനെയാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നതെങ്കിലും അവിടെയും അവര് കുറച്ച് ഇളവുകൾ നൽകിയിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ PGക്ക് 50% ജനറൽ കാറ്റഗറിക്ക് ആവശ്യമായിട്ടുള്ളത്. SC/ST വിഭാഗത്തിൽപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 5% മാർക്ക് ഇളവ് അവൈലബിൾ ആണ്. ഇനി എപ്പോഴും സാധാരണയായിട്ട് ഡൗട്ട് വരുന്ന ഒരു മേഖലയാണ് ഈ ബയോടെക്നോളജി. സോ ബയോടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദവും നാച്ചുറൽ സയൻസിലാണ് നിങ്ങളുടെ BEd എങ്കിൽ ബയോടെക്നോളജിയിലാണ് നിങ്ങൾ എന്ത് എഴുതേണ്ടത്? സെറ്റ് എഴുതേണ്ടത്. അതായത് നിങ്ങളുടെ PG സബ്ജക്ട് ഏതാണോ അതിലാണ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? സെറ്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഒരു ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് ഉണ്ട്, ആ സബ്ജക്റ്റുകൾ നോക്കിയിട്ട് അതിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ബേസിക്കലി നോക്കുവാണെങ്കിൽ രണ്ട് കണ്ടീഷനാ പറഞ്ഞത്. ഒന്ന്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, അതായത് PG ബിരുദം മാത്രം നേടിയവര് BEd കോഴ്സ് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണെങ്കിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾ PG കംപ്ലീറ്റ് ചെയ്തു, BEdന്റെ സെക്കൻഡ് ഇയറിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് വിചാരിക്കുക എങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സെറ്റ് എക്സാം എഴുതാവുന്നതാണ്. അത് കഴിഞ്ഞ് BEd പൂർത്തീകരിച്ചതിന് ശേഷം LBS സെന്ററിൽ നിന്നും നിങ്ങൾക്ക് സെറ്റിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ BEd കംപ്ലീറ്റ് ചെയ്തു, PG അവസാന വർഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് സെറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാവുന്നതാണ്, അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ അപ്പോൾ ഈ PGയുടെ 50% ജനറൽ കാറ്റഗറി, അതേപോലെ SC/ST OBC വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ 5% കുറച്ച് 45% എന്നുള്ള കണ്ടീഷൻ അവിടെ ബേസിക്കലി അഡെയർ ചെയ്യണം. PG കംപ്ലീറ്റ് ചെയ്ത മുറയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും വലിയ ഒരു അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടും താമസിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമ്മൾ റീസെന്റ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ 2024 മുതൽ തന്നെ അല്ലെങ്കിൽ അതിന് പ്രിസീഡിംഗ് ആയി തന്നെ നമുക്കിവിടെ 2 പേപ്പറുകളാണ് ജനറലി ഉള്ളത്. പേപ്പർ 1, പേപ്പർ 2. പേപ്പർ 1 എന്ന് പറയുന്നതിനെ അതിന് 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് പാർട്ട് A ആൻഡ് പാർട്ട് B. പാർട്ട് A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് വരുന്നത്
GK വരുന്നുണ്ട്, അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും വരുന്നുണ്ട്. അപ്പൊ സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയമുള്ള ഏരിയയാണ് ഈ GK എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ചാറ്റ് GPT അങ്ങനെ ടെക്നോളജിക്കൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിലാണ് ജീവിക്കുന്നത് അല്ലെ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ GK ക്രാക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹെക്ടിക് ആയിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല ഇപ്പൊ എൻട്രിയുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന കറണ്ട് അഫെയർ വീഡിയോസും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പം അതും ഒരു വലിയ ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഡെയിലി എന്താണ് എല്ലാം എഴുതി വെച്ച് വീണ്ടും വീണ്ടും വായിക്കാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. അതേപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഏരിയ ഉണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ജനറലി ചെയ്യേണ്ടത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു പോസിറ്റീവ് അസംഷൻസിനോട് കൂടി തന്നെ എന്ത് ചെയ്യുക, അതിനെ മീറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് ക്വൈറ്റ് ഈസി ഫോർ യു. അപ്പം അതും മനസ്സിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. ഇവിടെ രണ്ട് ഏരിയാസ് ആണ്, പാർട്ട് എ പാർട്ട് ബി എന്ന് പറഞ്ഞ്. ആദ്യം GK ഉണ്ട്, പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് വരുന്നത്. പേപ്പർ 2 പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് ആണ് നിങ്ങൾ പേപ്പർ 2 മീറ്റ് ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ജനറലി ഇതിന്റെ കീഴിൽ വരുന്നത് എന്നൊന്ന് പരിശോധിക്കാം. അറബിക്, ബോട്ടണി, കെമിസ്ട്രി, കൊമേഴ്സ്, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജിയോഗ്രഫി, ജിയോളജി, ജർമ്മൻ, ഹിന്ദി, ഹിസ്റ്ററി, ഹോം സയൻസ്, ജേർണലിസം, ലാറ്റിൻ, മലയാളം, മാത്തമാറ്റിക്സ്, മ്യൂസിക്, ഫിലോസഫി, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, റഷ്യൻ, സാൻസ്ക്രിറ്റ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, സിറിയക്, ഉറുദു, സുവോളജി, ബയോടെക്നോളജി. ഇത്രയുമാണ് സബ്ജക്റ്റുകൾ വരുന്നത്. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ മലയാളംകാർക്കാണെങ്കിൽ അത് മലയാളത്തിലായിരിക്കുമോ എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല, ജനറൽ പേപ്പർ ഇംഗ്ലീഷ് മോഡിൽ തന്നെ അത് എല്ലാവർക്കും ഒരേ പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഡ്യൂറേഷൻ ഒരു പേപ്പറിന്, അതായത് പേപ്പർ 1, പേപ്പർ 2, അങ്ങനെ പേപ്പർ 1 120 മിനിറ്റ്, പേപ്പർ 2 120 മിനിറ്റ്. പേപ്പർ 1 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 2 ഭാഗങ്ങളുണ്ട് അല്ലെ. പാർട്ട് എക്ക് 60 ക്വസ്റ്റ്യൻ, പാർട്ട് ബിക്ക് 60 ക്വസ്റ്റ്യൻ, ടുഗെദർ 120 ക്വസ്റ്റ്യൻ 120 മിനിറ്റ് ആണ് വരുന്നത്. പേപ്പർ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 120 ചോദ്യം തന്നെയാണ് അവിടെ വരുന്നത്. പക്ഷെ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്ട്സിനെ സംബന്ധിച്ചിടത്തോളം 80 ചോദ്യമാണ്. അതേപോലെ 1.5 മാർക്സ് ആണ് ഒരു ക്വസ്റ്റ്യന് വരുന്നത്. കാരണം മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്ട്സ് എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് 120 ചോദ്യം വരുമ്പോൾ ഇവിടെ മാത്തമാറ്റിക്സിനും സ്റ്റാറ്റിസ്റ്റിക്സുകാർക്കും 80 ചോദ്യമായി അത് ഒരുങ്ങുന്നത്. OMR മോഡിൽ തന്നെയാണ് എക്സാം അവിടെ ബേസിക്കലി കണ്ടക്ട് ചെയ്യുന്നത്, ABCD എന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇവിടെ നമുക്ക് മാർക്കിംഗ് സ്കീം ഒന്ന് പരിശോധിക്കണം. ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചാണ് ബേസിക്കലി നൽകുന്നത്. എന്നാൽ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡൻസിന് ഒരു ചോദ്യത്തിന് 1.5, അതായത് 1.5 മാർക്സ് വെച്ചിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഇവരിവിടെ അതെയർ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. അത് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് വരുന്നത് അല്ലെ. നമുക്ക് കറക്കി കുത്തണമെങ്കിൽ കറക്കി കുത്താനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇനി പലപ്പോഴും ഞങ്ങളുടെ കാൻഡിഡേറ്റ്സ് ഞങ്ങളോട് പറയുന്നതാണ്, ഞങ്ങൾക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് പലപ്പോഴും ഞങ്ങൾക്ക് ഇതിന്റെ മാർക്കിംഗ് സ്കീം പിടികിട്ടുന്നില്ല. അപ്പൊ ഇതിന്റെ മാർക്കിംഗ് സ്കീമിനെ കുറിച്ച് ജനറൽ ഔട്ട്ലൈൻ ആണ് നമ്മൾ നൽകാനായി പോകുന്നത്. അപ്പൊ നമുക്ക് ബേസിക്കലി 3 കാറ്റഗറീസ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ജനറൽ കാറ്റഗറി ഉണ്ട്, OBC ഉണ്ട്, അതുപോലെ ഡിഫറently ഏബിൾഡ് SC ST കാറ്റഗറീസ് ഉണ്ട്. 2 പേപ്പറുകളായിട്ടാണ് ഉള്ളത്. പേപ്പർ 1, പേപ്പർ 2 ആൻഡ് ഇൻ അഗ്രിഗേറ്റ് ആണ് പറയുന്നത്. അഗ്രിഗേറ്റ് മീൻസ് ടോട്ടൽ ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പെർസെന്റേജിലാണ് തരുന്നത്. പേപ്പർ 1 120 മാർക്കിനാണ്, അതർ ദാൻ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇവിടെയും 120 മാർക്ക്, ടോട്ടൽ 240 മാർക്കിനാണ് വരുന്നത്.
അപ്പൊ ഇവിടെ നോക്കിയാൽ ജനറൽ കാറ്റഗറിക്ക് 120 ബേസിക്കലി വരുന്നത്. ഈ 120 ബേസിക്കലി അവർ പറയുന്നത് എത്രയാണ്? 40% എന്നാണ് ബേസിക്കലി പറയുന്നത് അല്ലെ. 120ന്റെ 40% മാർക്കാണ് അവിടെ വേണ്ടതായിട്ട് അവർ ബേസിക്കലി അതേർ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 120 × 40/100. അപ്പൊ എത്ര വന്നു? യെസ്, അവിടെ നമുക്ക് വേണ്ടത് 48 മാർക്കാണ് ജനറൽ കാറ്റഗറിക്ക് പേപ്പർ 1 ക്വാളിഫൈ ചെയ്യാനായി, അതായത് 120 മാർക്കില് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ പേപ്പർ 2ന്റെ കേസ് നോക്കിയാലും അത് തന്നെ 48 മാർക്കാണ് ആവശ്യമായിട്ട് ഉള്ളത്. ഇനി നമ്മൾ ഇൻ അഗ്രിഗേറ്റ് നോക്കിയാൽ 240ന്റെ 48% അല്ലെ, ഏകദേശം 115.2 ആണ് വരുന്നത്. നമുക്കത് 116 എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യാം. എപ്പോഴും ഹയറിലേക്ക് ഫിക്സ് ചെയ്യുന്നതാണല്ലോ നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ 115 to 16, എന്തായാലും 116 തന്നെ സെറ്റ് ചെയ്തോളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹയർ മാർക്സ് കിട്ടിയാൽ അത് അത്രയും ബേസ് ആണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ 35%. അപ്പൊ 120ന്റെ 35% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് 42 മാർക്കാണ് വേണ്ടത്. ഇവിടെയും 42 മാർക്കാണ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് വേണ്ടത്. ഇനി 240ന്റെ 45% എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് 108 മാർക്കാണ് അഗ്രിഗേറ്റ് ആയിട്ട് വേണ്ടത്. ഈ അഗ്രിഗേറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ്ലി ഏബിൾഡ് ആണെങ്കിൽ ഇവിടെയും 42 ആണ് വേണ്ടത്, ഇവിടെയും 42 ആണ് വേണ്ടത്. പക്ഷെ അഗ്രിഗേറ്റിലെ വ്യത്യാസമുണ്ട്. അഗ്രിഗേറ്റ് വരുമ്പം 240ന്റെ 40% എന്നാണ് പറയുന്നത്, വിച്ച് മീൻസ് 96. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ അഗ്രിഗേറ്റ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ? അതായത് നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ ഉള്ളവരാണെങ്കിൽ പേപ്പർ 1ന് 48 മാർക്ക് കിട്ടണം. 120ൽ 48 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. പേപ്പർ 2നും 48 മാർക്ക് കിട്ടിയിരിക്കണം. എങ്കിലേ നിങ്ങളെ പേപ്പർ എന്ത് ചെയ്യുള്ളൂ? ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, പേപ്പർ 1ന് 48 മാർക്ക് കിട്ടണം 120ല്. പേപ്പർ 2നും 48 മാർക്ക് കിട്ടണം 120ല്. നീ 48 മാർക്ക് കിട്ടിയത് കൊണ്ട് മാത്രം നിങ്ങൾ പാസ്സാവോ? ഇല്ല. അവിടെ ബേസിക്കലി എന്താ, ഇനി രണ്ടും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് 115ന്റെയും 116ന്റെ ഇടയിൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻഡിവിജ്വലായി പേപ്പർ വൈസിലും മാർക്ക് കിട്ടിയിരിക്കണം, അഗ്രിഗേറ്റ് വൈസിലും നിങ്ങൾക്ക് എന്ത് കിട്ടിയിരിക്കണം? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഇനി OBC കാറ്റഗറിയിൽ പെടുന്നവരാണ് നിങ്ങളെങ്കിൽ പേപ്പർ 1ന് 42 മാർക്കും പേപ്പർ 2ന് 42 മാർക്കും ഉണ്ടെങ്കിലേ ഇവാലുവേഷൻ നടക്കുള്ളൂ. പക്ഷെ രണ്ടും കൂടെ കൂട്ടിയിട്ട് 108 മാർക്ക് വേണം. അതായത് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് 42 മാർക്കേ ഉള്ളൂ വെച്ചാ ഇവിടെ 42 മാർക്ക് കിട്ടിയാൽ പോരാ, അതിലും ഹയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കിട്ടിയിരിക്കണം. അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ. ഇനി ഇവിടെയാണെങ്കിലോ ഇവിടെയും 42 മാർക്ക് കിട്ടി. അപ്പൊ നിങ്ങളുടെ ഈ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കും. അപ്പൊ അതിലെടുത്തു. ഇവിടെ നിങ്ങൾക്ക് 42 മാർക്ക് പോരാ, 35% പോരാ, അതൊക്കെ മീതെ വേണം. അതായത് ഇൻ അഗ്രിഗേറ്റ് നിങ്ങൾക്ക് 96 വേണം. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ. കുട്ടികള് ഇൻഡിവിജ്വൽ നോക്കുമ്പോൾ ഓക്കെ ക്വാളിഫൈഡ് ആയി, പക്ഷെ അഗ്രിഗേറ്റിലേക്ക് ചിന്തിക്കുന്നില്ല. സോ ഓരോന്നിന്റെയും ഇൻഡിവിജ്വലും നോക്കണം, അതേപോലെ തന്നെ അഗ്രിഗേറ്റും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് എത്ര വേണമെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ. ഇപ്പൊ 240 മാർക്ക് നേടാനായിട്ട് പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം സെറ്റ് ആണ് നിങ്ങളുടെ ബേസ് എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറി ടീച്ചർ ആകാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ സെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈസി ആയി നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാനായി സാധിക്കും. ഇനി കൊമേഴ്സ്, ഫ്രഞ്ച്, ജർമ്മൻ, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം, ലാറ്റിൻ, മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, റഷ്യൻ, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ചെറിയ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് BEdന്റെ ആവശ്യമില്ല സെറ്റിന് അപ്ലൈ ചെയ്യാൻ. അതേപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സെക്കൻഡ് ക്ലാസ് നിങ്ങൾക്കുണ്ട്, 50% മാർക്കിൽ കുറയാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഇംഗ്ലീഷിന്റെ സെറ്റ് എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായി സാധിക്കും. അപ്പം അതേപോലെ നമ്മൾ ബയോടെക്നോളജിയുടെ കേസ് പറഞ്ഞു. നിങ്ങളെ PG ബയോടെക്നോളജിയിലാണ്, BEd നാച്ചുറൽ സയൻസിലാണെങ്കിൽ PG ഏതിലാണോ ചെയ്തിട്ടുള്ളത് അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യം, 1ാം വർഷ PG അല്ലെങ്കിൽ BEd വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനായി സാധിക്കില്ല. ഓൺലൈൻ വഴിയാണ് ബേസിക്കലി നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപേക്ഷാ ഫീസും ഓൺലൈനിൽ തന്നെയാണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു പ്രാവശ്യം
സെറ്റ് പാസ്സായി എന്ന് വെച്ചാൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട. അതേപോലെ ബയോടെക്നോളജി, ഞാൻ അത് വീണ്ടും പറയാണ്, ബയോടെക്നോളജിയിലാണ് നിങ്ങളുടെ PG, നാച്ചുറൽ സയൻസിലാണ് നിങ്ങളുടെ B.Ed എങ്കിൽ നിങ്ങളുടെ PG സബ്ജക്ട് ഏതാണോ അതിൽ തന്നെയാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. സോ സെറ്റ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള ഒരു മോഹം തന്നെയാണ് അല്ലെ, അല്ലെങ്കിൽ കാര്യം തന്നെയാണ്. ബിക്കോസ് ഹയർ സെക്കൻഡറി പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫയിങ് എക്സാമുമാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നേടാനായിട്ട് ഈ ഒരു വർഷം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ടീം എൻട്രി ആത്മാർത്ഥപരമായിട്ട് ആശംസിക്കുകയാണ്. സോ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.